നമ്മൾ നോക്കാൻ പോകുന്ന സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയാലോ? യെസ്. ഫസ്റ്റ് തന്നെ ഡാഷ് റെഫേഴ്സ് ടു എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേർ ഇൻഡിവിജ്വൽ ബൈ ആൻഡ് സെൽ കമോഡിറ്റൈസ് ആൻഡ് സർവീസസ് അറൗണ്ട് ദി വേൾഡ്. വ്യക്തികൾക്ക് ലോകമെമ്പാടുമുള്ള ചരക്കുകൾ വാങ്ങാനും സേവനങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡാഷ്. ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വിർച്വൽ മാർക്കറ്റ്, ഓപ്ഷൻ ബി ട്രൈബൽ മാർക്കറ്റ്, ഓപ്ഷൻ സി വീക്ക്ലി മാർക്കറ്റ്, ഓപ്ഷൻ ഡി റൂറൽ മാർക്കറ്റ്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ആൻസർ എ ആണ്, വിർച്വൽ മാർക്കറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഇയർ ഇൻ വിച്ച് ദ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 2004, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2015. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്ന വർഷം? ഏതാണ്? 2005. ഓക്കെ, നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ആരാണ് പറഞ്ഞ വ്യക്തിയുടെ പേര് നിങ്ങൾ ഇവിടെ ഓപ്ഷന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഓക്കെ, മോഡേൺ ആൻഡ് പ്രോസ്പെറസ് ഇന്ത്യ വാസ് ടു ബി ബിൽഡ് ഓൺ ദി ഡെഫിസ് ഓഫ് ദി ജയൻറ്റ് സ്റ്റീൽ പ്ലാന്റ്സ് ഓർ ജൈജാൻറ്റിക് ഡാംസ് ആൻഡ് പവർ സ്റ്റേഷൻസ്. ഹൂ സെഡ് ദാറ്റ്? ആധുനിക ഇന്ത്യ പടുത്തുയർത്തേണ്ടത് ഡാമുകളുടെയും പവർ സ്റ്റേഷനുകളുടെയും മുകളിലാണ് എന്നാണ് ആര് പറഞ്ഞു എന്നാണ് ചോദിച്ചത്. ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി അംബേദ്കർ, ഓപ്ഷൻ ഡി പട്ടേൽ. ആരാണ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു.